സ്വാഗതം. യാക്കൂബ് നബിക്ക് ആകെ 12 മക്കളാണ് ഉണ്ടായിരുന്നത്. യൂസഫ് നബി അതിൽ ഒരാളായിരുന്നു. അദ്ദേഹം സുമുഖനും ദൈവവിശ്വാസിയുമായ ഒരു യുവാവായി വളർന്നു. യാക്കൂബ് നബിക്ക് കൂടുതൽ ഇഷ്ടം യൂസഫ് നബിയോടും ബെന്യാമിനോടുമായിരുന്നു. അത് കാരണം മറ്റ് സഹോദരങ്ങൾക്ക് യൂസഫ് നബിയോടും ബെന്യാമിനോടും അസൂയ ഉണ്ടായിരുന്നു. ഒരിക്കൽ യൂസഫ് നബി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും കുറേ നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. അവയെല്ലാം യൂസഫ് നബിയെ താഴ്ന്നു വണങ്ങുന്നതായും യൂസഫ് നബി സ്വപ്നത്തിൽ കണ്ടു. എന്നാൽ ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് യൂസഫ് നബിക്ക് മനസ്സിലായില്ല. അതിനാൽ പിതാവിന്റെ അടുക്കൽ ചെന്ന് യൂസഫ് നബി കണ്ട സ്വപ്നം വിശദീകരിച്ചു. ഉപ്പ, ഞാൻ സ്വപ്നത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കണ്ടു. അവർ എന്റെ മുന്നിൽ താഴ്ന്നു വണങ്ങുന്നതായും കണ്ടു. യാക്കൂബ് നബിക്ക് യൂസഫ് നബി കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം യൂസഫ് നബിയോട് പറഞ്ഞു, അല്ലാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു യൂസഫ്. ഈ സ്വപ്നത്തിന്റെ അർത്ഥം അല്ലാഹു നിനക്ക് അറിവ് നൽകുകയും നിന്നെ ഒരു പ്രവാചകനായി മാറ്റുകയും ചെയ്യുമെന്നാണ്. യൂസഫ് നബി കണ്ട സ്വപ്നം സഹോദരങ്ങൾ അറിഞ്ഞാൽ അത് അവരിൽ യൂസഫ് നബിയോടുള്ള ശത്രുത കൂട്ടാൻ ഇടയാകും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. നിന്റെ സഹോദരങ്ങൾ ആരും ഈ സ്വപ്നത്തെ പറ്റി അറിയരുത് എന്ന് പ്രവാചകൻ യൂസഫ് നബിയോട് പറഞ്ഞു. പക്ഷേ നിഷ്കളങ്കനായ യൂസഫ് നബി സഹോദരങ്ങളോട് തന്റെ സ്വപ്നത്തെ പറ്റി പറഞ്ഞു. അടുത്ത ദിവസം അവരെല്ലാവരും കാട്ടിലേക്ക് യാത്രയായി. കൂടെ യൂസഫ് നബിയും ഉണ്ടായിരുന്നു. യൂസഫ് നബിയുടെ സഹോദരങ്ങൾ ആ അസുലഭ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവർ കണക്ക് കൂട്ടിയതുപോലെ അവർ യൂസഫ് നബിയെ പൊട്ടക്കിണറ്റിനടുത്തേക്ക് കൊണ്ടുപോയി. പൊട്ടക്കിണറ്റിനടുത്തെത്തിയപ്പോൾ അവർ യൂസഫ് നബിയെ ബലമായി പിടിച്ചു വച്ചു. നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്? യൂസഫ് നബി ചോദിച്ചു. യൂസഫ് നബിക്ക് ഓടാനോ രക്ഷപ്പെടാനോ സാധിച്ചില്ല. അവർ യൂസഫ് നബിയുടെ വസ്ത്രം അഴിച്ചുമാറ്റി ആ പൊട്ടക്കിണറ്റിലേക്ക് യൂസഫ് നബിയെ വലിച്ചെറിഞ്ഞു. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കുട്ടിയായ യൂസഫ് നബി അവരുടെ സഹായത്തിനായി കേണപേക്ഷിച്ചു. അടുത്ത ദിവസം ഈജിപ്തിലേക്ക് യാത്ര പോകുകയായിരുന്ന ഒരു കച്ചവട സംഘം ആ കിണറിനടുത്തെത്താൻ ഇടയായി. അവർ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പറഞ്ഞയച്ചു. കിണറിലേക്ക് വീണ പാത്രം കണ്ടപ്പോൾ യൂസഫ് നബിക്ക് സന്തോഷമായി. അദ്ദേഹം ആ കയറിൽ മുറുകെ പിടിച്ചു. അവർ ആ പാത്രം പൊക്കിയെടുത്തപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ആൺകുട്ടിയെ കണ്ടു. അവർ ഉടനെ ആലോചിച്ചു, ഈ സുമുഖനായ ബാലനെ ചന്തയിൽ കൊണ്ടുപോയി അടിമയാക്കി വിൽക്കാം. ദിവസങ്ങൾക്ക് ശേഷം കച്ചവടക്കാർ ഈജിപ്തിലെ ചന്തയിലെത്തി. പ്രവാചകനെ ലേലത്തിന് വെച്ചു. ഈ സുന്ദരനായ യുവാവിനെ ആര് വിലക്ക് വാങ്ങും? വാർത്ത കാട്ടുതീ പോലെ പരന്നു. ഈജിപ്തിലെ മുഖ്യമന്ത്രി ഏതാനും വെള്ളി നാണയങ്ങൾ നൽകി ഈ അസാധാരണ ബാലനെ വിലക്ക് വാങ്ങി. ഇതിലൂടെ അല്ലാഹു അദ്ദേഹത്തെ ഈജിപ്തിലെ പ്രധാന വ്യക്തിയായി മാറ്റുകയായിരുന്നു. അദ്ദേഹം വളരുന്നതോടൊപ്പം തന്നെ ബുദ്ധിയും അറിവും നൽകി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ കഴിവുകൾ അറിഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ ചുമതലകൾ ഏൽപ്പിച്ചു. ഒരു രാത്രി ഈജിപ്തിലെ രാജാവ് തന്റെ കൊട്ടാരത്തിൽ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ രാജാവ് വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ രാജാവ് നൈൽ നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. വെള്ളത്തിൽ നിന്നും 7 തടിച്ചു കൊഴുത്ത പശുക്കൾ ഉയർന്നു വരികയും അവയെ പിന്തുടർന്ന് മെലിഞ്ഞുണങ്ങിയ 7 പശുക്കൾ ഉയർന്നു വരികയും ചെയ്തു. തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞുണങ്ങിയ പശുക്കൾ വിഴുങ്ങി. അതിനുശേഷം നദീതീരത്ത് 7 ധാന്യച്ചെടികൾ വളർന്നു വരികയും പെട്ടെന്ന് അവ അപ്രത്യക്ഷമാവുകയും പിന്നീട് അതിന്റെ സ്ഥാനത്ത് 7 ഉണങ്ങിയ ചെടികൾ വളരുകയും ചെയ്തു. സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ രാജാവ് ഭയപ്പെട്ടു. രാജാവിന്റെ സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും
പിന്നീട് സ്വപ്നത്തിന്റെ അർത്ഥം വിശദീകരിക്കുകയും ചെയ്തു. രാജ്യത്ത് 7 വർഷം സമ്പന്നമായ വിളവെടുപ്പുണ്ടാകും. ആളുകൾക്ക് കഴിക്കാൻ ധാരാളം ഭക്ഷണമുണ്ടാകും. ഇതിനെ തുടർന്ന് രാജ്യത്ത് 7 വർഷത്തേക്ക് വരൾച്ചയുണ്ടാകും. ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥ വരും. ഈജിപ്ത് മുഴുവനും ദാരിദ്ര്യത്തിലാകുമെന്നും പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ സുന്ദരനായ ആ ചെറുപ്പക്കാരനെ കണ്ട് രാജാവ് അമ്പരന്നു. കുറച്ചു സമയത്തേക്ക് പ്രവാചകന്റെ അറിവുകളെ പരീക്ഷിച്ചുകൊണ്ട് രാജാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. പ്രവാചകന്റെ മറുപടികൾ രാജാവിനെ അത്ഭുതപ്പെടുത്തുകയും യൂസഫ് വളരെ ബുദ്ധിമാനാണെന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് രാജാവ് വരാനിരിക്കുന്ന ക്ഷാമത്തിന് എന്താണ് പരിഹാരമെന്ന് പ്രവാചകനോട് ചോദിച്ചു. ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്താൽ ക്ഷാമത്തെ നേരിടാം. സമൃദ്ധിയുടെ നാളുകളിൽ വിളകളെല്ലാം സൂക്ഷിച്ചു വെക്കണം. അത് ക്ഷാമകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയും. പ്രവാചകൻ രാജാവിനെ ഉപദേശിച്ചു. രാജാവിന് പ്രവാചകനോട് മതിപ്പ് തോന്നി. രാജാവ് യൂസഫ് നബിയെ അവിടത്തെ ധാന്യപ്പുരയുടെ നിയന്ത്രണം ഏൽപ്പിച്ചു. തുടർന്ന് വന്ന 7 വർഷങ്ങളിൽ പ്രവാചകന്റെ നിയന്ത്രണത്തിലായിരുന്നു കൃഷി. വരാനിരിക്കുന്ന ക്ഷാമകാലത്തേക്കുള്ള ധാന്യങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം ശേഖരിച്ച് സംരക്ഷിച്ചു. ഈജിപ്തിലും അയൽ രാജ്യങ്ങളിലുമെല്ലാം വരൾച്ച ബാധിച്ചു. ഈജിപ്തിൽ വളരെ കുറഞ്ഞ വിലക്ക് ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന വാർത്ത അയൽ രാജ്യങ്ങളിലും എത്തി. യാക്കൂബ് നബി തന്റെ പുത്രന്മാരെ ഈജിപ്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഈജിപ്തിലെത്തി. പെട്ടെന്നാണ് പ്രവാചകൻ വരിയിൽ നിൽക്കുന്ന സഹോദരങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവർക്ക് യൂസഫ് നബിയെ തിരിച്ചറിയാനായില്ല. പ്രവാചകൻ അവരെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. സഹോദരങ്ങൾ കൊട്ടാരത്തിലെത്തിയപ്പോൾ പ്രവാചകൻ അവർക്ക് വിരുന്നൊരുക്കി. വിരുന്നിനു ശേഷം ബെന്യാമിനും യൂസഫ് നബിയും തനിച്ചായപ്പോൾ പ്രവാചകൻ ബെന്യാമിനോട് പറഞ്ഞു, ബെന്യാമിൻ, ഞാൻ നിങ്ങളുടെ നഷ്ടപ്പെട്ട സഹോദരനാണ്. വർഷങ്ങൾ കഴിഞ്ഞ് വിധി നമ്മെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ബെന്യാമിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പ്രവാചകൻ സഹോദരങ്ങൾക്ക് വാക്ക് നൽകിയതുപോലെ കൂടുതൽ ധാന്യങ്ങൾ നൽകി. യൂസഫ് നബി തന്റെ ജോലിക്കാരനോട് ബെന്യാമിന്റെ ബാഗിനകത്ത് സ്വർണത്തിന്റെ അളവ് പാത്രം രഹസ്യമായി വെക്കാൻ ആവശ്യപ്പെട്ടു. അവർ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ സൈനികർ അങ്ങോട്ട് ഓടി വന്നു. അവിടെ നിൽക്കൂ, നിങ്ങൾ മോഷ്ടാക്കളാണ്. പടയാളികൾ ആക്രോശിച്ചു. നിങ്ങൾ രാജാവിന്റെ സ്വർണക്കപ്പ് മോഷ്ടിച്ചിരിക്കുകയാണ്. മോഷണത്തിന് എന്ത് ശിക്ഷയാണ് നിങ്ങൾ നൽകുന്നത്? സൈനികർ ചോദിച്ചു. ഞങ്ങളുടെ നിയമമനുസരിച്ച് മോഷ്ടിച്ചയാൾ വസ്തുവകകളുടെ ഉടമയ്ക്ക് അടിമയായി തീരും, ഒരു സഹോദരൻ പറഞ്ഞു. പ്രവാചകൻ അവരുടെ നിയമമനുസരിച്ച് അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം തന്റെ സഹോദരനെ കുറെ കാലം തന്റെ കൂടെ നിർത്താനും അതുവഴി തന്റെ പിതാവിനെ കാണാനുമായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. അവരുടെ പിതാവിനെ ആ ദുഃഖവാർത്ത അറിയിച്ചു. പിതാവേ, അങ്ങയുടെ മകൻ ബെന്യാമിൻ മോഷ്ടിച്ചു. ഞങ്ങൾ പറയുന്നത് സത്യമാണ്. എന്നാൽ ആ വൃദ്ധനായ പിതാവ് തന്റെ മക്കൾ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും തന്റെ പുത്രന്മാരോട് ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. സഹോദരങ്ങൾ 3ാം തവണയും ഈജിപ്തിലേക്ക് പോയി. എന്നിട്ട് ബെന്യാമിനെ വിട്ടുതരാനായി പ്രവാചകനോട് അപേക്ഷിച്ചു. അവർ തന്നെ വഞ്ചിച്ചതാണെങ്കിലും തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ ആ രഹസ്യം അധിക നേരം മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതെ, ഞാൻ യൂസഫ് ആകുന്നു, അദ്ദേഹം മറുപടി പറഞ്ഞു. ബെന്യാമിൻ എന്റെ സഹോദരനുമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഷർട്ട് അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഷർട്ട് കൊണ്ടുപോയിട്ട് എന്റെ പിതാവിന്റെ മുഖത്ത് ഇട്ടു കൊടുക്കണം. അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കും. പിന്നെ കുടുംബവുമായി ഇങ്ങോട്ട് വരിക. അവർ കനാനിലേക്ക് യാത്രയായി. ആ സന്തോഷ വാർത്തയുമായി പുത്രന്മാരെത്തി. അവർ ആ ഷർട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ച് കൊടുത്തു. അത്ഭുതം! ഷർട്ട് മുഖത്ത് വെച്ച ഉടനെ തന്നെ യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. തുടർന്ന് പ്രവാചകൻ തന്റെ കുടുംബവുമായി യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ ഈജിപ്തിലേക്ക് പോയി. യൂസഫ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു.
പിന്നെ യൂസഫ് നബി തന്റെ പിതാവിനെ സിംഹാസനത്തിൽ ഇരുത്തി. പ്രവാചകന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലായിരുന്നു അത്. അദ്ദേഹത്തിന്റെ പിതാവും സഹോദരന്മാരും യൂസഫ് നബിയുടെ മുമ്പിൽ